ഞാൻ ഫ്രീ സോഴ്സസ് യൂസ് ചെയ്താണ് ബാങ്ക് എക്സാം ഇതുവരെ പ്രിപ്പയർ ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും തനിയെ പഠിച്ചുകൊണ്ട്. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരട്ടെ. അപ്പോൾ ഒത്തിരി ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് മണി കൊടുത്ത് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. എന്നിട്ടും അതിൽ നിന്ന് റിസൾട്ട് കിട്ടാത്തവർ കാണും. അവർക്കൊക്കെ ആണെങ്കിലും ഇത് യൂസ്ഫുൾ ആകും. അതല്ല, ഒരു കോച്ചിങ്ങിന് വേണ്ടി ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് കോച്ചിങ്ങിന് പോവാതെ എങ്ങനെ ഫ്രീ സോഴ്സസ് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നും ഞാൻ ഇതിലൂടെ പറയാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നതെന്നും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ആണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻഡ് വരെ വാച്ച് ചെയ്യുക. ഇംഗ്ലീഷ്, ക്വാൻസ്, റീസണിങ് ഇതിന് മൂന്നിന് വേണ്ടിയിട്ടുമുള്ള സോഴ്സസ് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പ്രിലിംസ് പാസ്സാവാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ഇയറിലെ എല്ലാ ബാങ്ക് പ്രിലിംസും ഈ ഒരു സോഴ്സൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്. ഓക്കെ, എന്നെ ഇംഗ്ലീഷിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് 2 ടീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിമിഷ ബെൻസൽ മാമാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നിമിഷ ബെൻസൽ മാമിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് നിമിഷ മാമിൻ്റെ യൂട്യൂബ് ചാനൽ, നിമിഷ ബെൻസൽ. സോ ഇതിൽ ഓൾമോസ്റ്റ് 1.6K അടുത്ത് വീഡിയോസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അതായത് ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എഡിറ്റോറിയൽ അനാലിസിസ് വീഡിയോസ് ഉണ്ട്. ഞാൻ എഡിറ്റോറിയൽ അനാലിസിസ് കാണാറില്ല, ഞാൻ സെൽഫായിട്ട് എഡിറ്റോറിയൽ വായിക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, എഡിറ്റോറിയൽ വീഡിയോസ് കാണാം. അതുപോലെ തന്നെ പെർഫെക്ഷൻ ക്ലാസ്സസ് ഉണ്ട്, എറർ ഡിറ്റക്ഷൻ ക്ലാസ്സസ് ഉണ്ട്, SBI ക്ലർക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. 120 റൂൾസ് ഓഫ് ഗ്രാമർ വേണ്ടവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഈ കൂടെ തന്നെ ഒരു ടെലിഗ്രാം ചാനലും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ട യൂസ്ഫുൾ ആയിട്ടുള്ള PDFസും അവൈലബിൾ ആവുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്, നിമിഷ ബെൻസൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് വിശാൽ പരിഹാർ സർ. വിശാൽ പരിഹാർ സർ ടീച്ച് ചെയ്യുന്നത് അക്കാഡമിയിലാണ്. അക്കാഡമിയുടെ ഫാക്കൽറ്റിയാണ് അദ്ദേഹം. സാറിൻ്റെ ക്ലാസ്സസും വളരെ അധികം എഫക്റ്റീവ് ആവുന്ന ക്ലാസ്സസ് ആണ് സാർ പഠിപ്പിക്കുന്നത്. ഞാൻ പേഴ്സണലി ഈ 2 ടീച്ചേഴ്സിനെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഇപ്പോൾ വേറെയും ഒത്തിരി ടീച്ചേഴ്സിന് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ആപ്റ്റ് ആവുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന 2 ടീച്ചേഴ്സാണ്. ഏതൊക്കെയാണ്? ഒന്ന് നിമിഷ ബെൻസൽ മാമിൻ്റെ ക്ലാസ്സസും ദെൻ നെക്സ്റ്റ് വണ്ണാണ് വിശാൽ പരിഹാർ സാറിൻ്റെ ക്ലാസ്സസും. ദെൻ അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു അഡ്ഡായിലെ ക്ലാസ്സസ്. ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല, ബട്ട് അഡ്ഡായിലെ സന്തോഷ് സർ, ഇപ്പോൾ അദ്ദേഹം അഡ്ഡായിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതുകൊണ്ട് 0 to Hero ബാച്ചൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇത് ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ പോലും നമ്മൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ കിഞ്ചൽ മാം, അത് അഡ്ഡായിലാണ് പഠിപ്പിക്കുന്നത്. അത് നല്ല ക്ലാസ്സസ് ആണ്. ബാക്കിയൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇത്രയും പേരെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സാണ് നിമിഷ ബെൻസൽ മാമും വിശാൽ പരിഹാർ സാറും ഒക്കെ. ദെൻ ബേസിക്കായിട്ട് ആദ്യം മുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ രീതിയിൽ മീൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ഡ ഫോളോ ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. അവരൊക്കെ വളരെ ബേസിക്കിൽ നിന്നാണ് പഠിപ്പിച്ചു വരുന്നത്. ഓക്കെ, 0 to Heroയുടെ പ്ലേലിസ്റ്റൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും സ്വയം വേണ്ടതാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഡെയിലി എഡിറ്റോറിയൽ പ്രാക്ടീസ് ചെയ്യുക. എഡിറ്റോറിയൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം കോംപ്രഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. സോ എഡിറ്റോറിയൽ റീഡിങ്ങും മസ്റ്റായിട്ട് കൊണ്ടുപോവുക. അതുപോലെ ഒരു നോവൽ, എക്സ്ട്രാ ആയിട്ട് ഒരു നോവലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസേജോ, അങ്ങനെ ഡെയിലി ഒരു റീഡിങ് ഹാബിറ്റും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ക്വാൻസിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ അഡ്ഡ, കൗശിക് സർ, ആശിഷ് സർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടിരിക്കുന്നവർക്ക് അത് ക്യാച്ചായി കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വഴി കാണിച്ചു തരുന്നത്. ഫസ്റ്റ് വൺ, ക്വാൻസിൽ ബേസിക് മുതൽ തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് അഡ്ഡ ആണ്. ഓക്കെ, അപ്പോൾ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ ഞാൻ പറയുമല്ലോ, അതൊക്കെ പഠിപ്പിക്കുന്നത് ഈ സാറാണ്, നവനീത് സാറാണ്. വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് ഒക്കെ ടീച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേദിക് മാത്സിൻ്റെ ട്രിക്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ്.
സോ ഡെയിലി രാവിലെയുള്ള ക്ലാസ് ആണ്. ഇതിൽ തന്നെ 900 അടുത്ത് പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അതല്ലാതെ ഓക്കെ, ഇത് കണ്ടോ, ഈ പ്ലേലിസ്റ്റ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. വെറും മൈന്യൂട്ട് സെക്കൻഡ്സിൽ നിന്നൊക്കെ ചിലപ്പോൾ കാൽക്കുലേഷനൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും അറിയത്തില്ല, ഇപ്പോൾ മാത്സ് ബേസ് ഉള്ളവർക്കേ ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഡൗട്ട് ഉള്ളവരുണ്ടായിരിക്കും. മാത്സ് ബേസ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്താണ്, BA പഠിച്ചവരും ഒക്കെ ബാങ്ക് എക്സാംസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ആ ട്രിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ക്ലാസ്സസ് മിസ് ചെയ്യാതെ കണ്ടിരിക്കണം. അതുപോലെ തന്നെ അഡ്ഡായിലെ ക്ലാസ്സസും ഹെൽപ്ഫുൾ ആണ്. ഇവരുടെ അഡ്ഡായിലാണ് ഒരു 0 to ഹീറോ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളുടെ മുൻപത്തെ വീഡിയോ ആണ് കിടക്കുന്നത്. ബട്ട് എന്നാൽ പോലും അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഞാൻ എൻ്റെ ബേസിക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നത് ആ ക്ലാസ്സസിൽ നിന്നാണ്. ഒരു കോച്ചിങ് ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറയുന്ന കള്ളത്തരമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ അല്ല, ഞാൻ കോഴ്സ് ചേർന്നു എന്ന് ചോദിച്ചാൽ ചേർന്നിരുന്നു. ബട്ട് എനിക്കതിൽ നിന്ന് യാതൊരു യൂസും ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് അവിടുത്തെ ക്ലാസ്സസോ ഒന്നും കണ്ടില്ല. ഞാനൊരു ഓൺലൈൻ കോഴ്സിലായിരുന്നു ചേർന്നത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു ക്ലാസ്സസും കണ്ടിരുന്നുമില്ല. ഞാൻ ചെയ്തത് മൊത്തം സെൽഫ് സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻറ്റോടുകൂടി തന്നെ പറയുന്നത്. സെൽഫ് സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഇത്രയൊക്കെയും മൊത്തം മെച്ചപ്പെട്ടു എന്ന് പറയുന്നില്ല, എന്നാലും ഇത്രയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് സ്റ്റഡി ഇതുപോലുള്ള ടീച്ചേഴ്സിനെ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈ 0 to ഹീറോ എന്ന് പറയുന്ന ഈ ക്ലാസ് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ശാന്തനു സാറിൻ്റെ ക്ലാസ്സാണ്. ബേസിക്സ് അറിയാൻ ഇത് വളരെയധികം ഹെൽപ്പ് ആവുന്ന വീഡിയോ ക്ലാസ് ആണ്. ഓക്കെ, ദെൻ ഇവരുടെ തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രിലിംസ് പാസ്സാവാതെ, അതായത് നമുക്ക് ഒരു 40-50 മാർക്സൊക്കെ 100-ൽ കിട്ടിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും കണ്ടിരുന്നത് അഡ്ഡ ആയിരുന്നു. അപ്പോൾ അഡ്ഡ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് ആണ് അഡ്ഡ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടൊരു ഹയർ ലെവലിലോട്ട് വേണം എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നതാണ് കരിയർ ഡിഫൈനറിൻ്റെ ക്ലാസ്സസ്. കരിയർ ഡിഫൈനർ കൗശിക് മൊഹന്തി, അങ്ങനെ പല പേരുകളിൽ ചിലപ്പോഴൊക്കെ ടൈപ്പ് ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്, കരിയർ ഡിഫൈനർ കൗശിക് സാറിൻ്റെ ആ ഒരു YT ചാനലിൻ്റെ പേരാണ്. അപ്പോൾ ഈ ക്ലാസ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാറിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു അഡ്ഡ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എടുക്കാവുന്നതാണ് ഈ ഒരു കൗശിക് സാറിൻ്റെ ക്ലാസ്സസ്. ഇതിൽ മെയിൻസ് ലെവൽ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, പ്രിലിംസ് ലെവൽ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പെർസെൻറ്റേജിന് വേണ്ടിയിട്ടുള്ളത് ഒറ്റ വീഡിയോ 4 hours ഒക്കെ മാരത്തൺ പോലത്തെ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അരിത്തമെറ്റിക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇതെന്ന് പറയുന്നത്. ദെൻ അതുപോലെയാണ് ആശിഷ് സാറിൻ്റെ ക്ലാസ്സസും. ചിലപ്പോൾ നമുക്ക് ഒരാൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു കോൺസെപ്റ്റ്, അതായത് ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഏരിയ നമുക്ക് കൗശിക് സാർ പഠിപ്പിച്ചാൽ മനസ്സിലാവുമായിരിക്കും. എനിക്കങ്ങനെയായിരുന്നു. എനിക്ക് ടൈം ആൻഡ് വർക്ക് ഒക്കെ ശാന്തനു സാർ പഠിപ്പിക്കുമ്പോഴായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത്. ദെൻ റേഷ്യോ പെർസെൻറ്റേജ് ഒക്കെ കൗശിക് സാർ പഠിക്കുമ്പോഴായിരുന്നു മനസ്സിലാവുന്നത്. ദെൻ DI ഒക്കെ ആശിഷ് സാർ പഠിപ്പിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ഏരിയാസിനും ഓരോരുത്തർ പറയുന്നത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഏരിയ ഒരാൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത വീഡിയോ നോക്കുക. അത് കണ്ടിട്ട് ആരുടെയാണോ മനസ്സിലാവുന്നത് അവരുടെ ഫോളോ ചെയ്യുക. അല്ലാണ്ട് ഞാനൊരു വീഡിയോ പറഞ്ഞെന്ന് പറഞ്ഞ് അത് മാത്രം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്. അതിനെല്ലാം നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം. ഓക്കെ, ഞാൻ മെയിനായിട്ടും ഹിന്ദി ക്ലാസ്സസ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, മലയാളത്തിൽ നമുക്ക് ഇതുപോലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ല. ഒരു എക്സാം സീസൺ ആകുമ്പോൾ ജസ്റ്റ് ഒരു 1 hour മാരത്തണോ അങ്ങനെയുള്ള ക്ലാസ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ബേസിക്കായിട്ട് ആദ്യം മുതലേ ഹിന്ദി ക്ലാസ്സസ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്താണ് ആ എക്സാം ആകുമ്പോഴേക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മലയാളം ക്ലാസ്സസ് കാണാം. അതേതൊക്കെയാണ് ഇപ്പോൾ മലയാളത്തിലുള്ള ക്ലാസ്സസ് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് ആശിഷ് സാറിൻ്റെ ക്ലാസ്സസ്. വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ എനിക്ക് വീഡിയോസിനേക്കാളും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ടെലിഗ്രാം ചാനലിൽ വന്നിരുന്ന ഡെയിലി PDFs ആയിരുന്നു. ഓക്കെ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും ഡെയിലി PDFs ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. ആൻഡ് അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ഡെയിലി PDF എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് നോക്കണം. ഞാൻ ലിങ്ക് ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസ്. ഹർഷൽ സാറിൻ്റെ ക്ലാസ്സസും ഒരു ഒരു മെയിൻസ് ലെവലിലൊക്കെ ഫോളോ ചെയ്യാവുന്ന ടൈപ്പ് ക്ലാസ്സസ് ആണ് ഹർഷൽ സാർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും മെയിൻസ് ലെവലിലാണ് ഹർഷൽ സാറിനെ ഫോളോ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് ലേണിംഗ് ക്യാപ്സ്യൂൾ. സോ ലേണിംഗ് ക്യാപ്സ്യൂളിൽ ഓക്കെ യു വിൽ ഗെറ്റ്
എല്ലാ ടീച്ചേഴ്സും പ്ലേലിസ്റ്റും അതുപോലെ തന്നെ മാരത്തൺ വീഡിയോസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിൻ്റെയും ക്ലാസ്സസ് മാറി മാറി കണ്ടു നോക്കുക. ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ. ദെൻ അതുപോലെ തന്നെയുണ്ട് അരുൺ സാറിൻ്റെ ക്ലാസ്സസ്. അരുൺ സാർ അൺഅക്കാഡമി. ഞാൻ ഇവരുടെ എല്ലാം ക്ലാസ്സസ് കണ്ടിട്ടുണ്ട്. ഓക്കെ. ചിലപ്പോൾ 20 ഡേ 20 പേപ്പർ എന്നൊക്കെ പറഞ്ഞ് ഓരോ എക്സാം ടൈം ആകുമ്പോഴേക്കും അവരോരോന്ന് ഇങ്ങനെ ഇടും. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സാറും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ക്ലാസ്സസും കണ്ടു നോക്കാം. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നല്ല ക്ലാസ്സസ് ആണ്. ഓക്കെ. സോ ഇത്രയുമാണ് ക്വാൻസിന് വേണ്ടിയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് കമ്മിങ് ടു റീസണിങ്. റീസണിങ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്താണ് ബേസിക് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണിങ്ങിന് ഞാൻ ബേസിക്കലി ആദ്യം ഫോളോ ചെയ്തിരുന്നത് ആണ്. അഡ്ഡയിൽ ഈ ഒരു 0 to ഹീറോ എന്ന് പറയുന്ന പ്ലേലിസ്റ്റാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ ബിഗിനർ ലെവലിലാണെങ്കിൽ അങ്കുഷ് സാറിൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നതും നല്ലതായിരിക്കും. കാരണം ആ സാറിൻ്റെ ക്ലാസ്സസിൽ ത്രെഡ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് കണ്ട് തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് പിന്നെ ത്രെഡ് മെത്തേഡിലോട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റാതെ വന്നത്. കാരണം ഞാനത് പഠിച്ച് ഞാൻ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ആ ഒരു രീതിയിൽ പസിൽസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യത്തിലോട്ട് മാറാൻ എൻ്റെ മൈൻഡ് എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ പോലും ഞാൻ ചെറിയ പസിൽസിനൊക്കെ ഈ ഒരു ത്രെഡ് മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. മെയിൻസ് ലെവൽ പസിൽസിനൊക്കെ ത്രെഡ് മെത്തേഡ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒത്തിരി വലിയ ക്വസ്റ്റ്യൻസിന് വരുമ്പോൾ ഞാൻ ത്രെഡ് മെത്തേഡ് ഫോളോ ചെയ്യാറില്ല, തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട്. സോ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് മെത്തേഡ് ഫോളോ ചെയ്യാം. അങ്കുഷ് സാറിൻ്റെ ക്ലാസ്സസ്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഞാൻ പറഞ്ഞ അങ്കുഷ് സാർ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സസും വളരെ നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ എക്സാമുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ദെൻ ഇത് അഡ്ഡയിൽ തന്നെ വേറൊരു ഫാക്കൽറ്റി ആയിട്ടുള്ളതാണ് സൗരവ് സാറ്. സോ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശുഭം സാർ, സൗരവ് സാറല്ല, ശുഭം സാർ. പ്രിലിംസ് പാസ്സാവുന്നതിന് മുൻപ് വരെ ഉള്ള എല്ലാ ടൈമുകളിലും ഞാൻ കൂടുതലും ഇതുപോലുള്ള ടീച്ചേഴ്സിൻ്റെ മാരത്തൺ വീഡിയോസൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് മെയിൻസ് ലെവലിലോട്ട് വരുമ്പോഴായിരുന്നു ഞാൻ പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് പുനീത് സാറിൻ്റെ ക്ലാസ്സസ്. പുനീത് സാറിൻ്റെ ക്ലാസ്സസ് എന്നെ നല്ല രീതിയിൽ RRB എക്സാമിൻ്റെ ടൈമിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് 10 ബജെ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഓരോ റീസണിങ് മാരത്തൺസ് ഒക്കെ ഇടാറുണ്ട്. ആക്ച്വലി എനിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ദെൻ കോഡിങ് അതിനൊക്കെയാണ് കുറച്ചുകൂടി ഈ സാറിൻ്റെ ക്ലാസ്സസ് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ബേസിക് പസിൽസിനും നല്ലതാണ്. ഓക്കെ. ക്വസ്റ്റ്യൻസ് അതായത് പറഞ്ഞു തരുന്ന രീതികളും ഒക്കെ നല്ലതാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക. ആരെ വേണം ഫോളോ ചെയ്യാൻ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. ഞാൻ ബെസ്റ്റ് ടീച്ചേഴ്സിനെ പറഞ്ഞു തരുന്നു. ഇവരെ എല്ലാവരെയും ഫോളോ ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പലരെ ഫോളോ ചെയ്യാതെ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടീച്ചറിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതല്ല അവർ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കുറച്ച് വേറൊരാളെയും കൂടെ കണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്താലും മതി. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് സ്മൃതി മാം ആൻഡ് സഞ്ജയ് സർ. റീസണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ക്ലാസ്സസ് ആണ്. സ്മൃതി മാമിൻ്റെയും സഞ്ജയ് സാറിൻ്റെയും ക്ലാസ്സസ് ഞാൻ മെയിൻസ് ലെവലാണ് കാണുന്നത്. സ്മൃതി മാമിൻ്റെ ക്ലാസ്സസ് സ്റ്റഡി നിറ്റി എന്ന് പറയുന്ന YT ചാനലിലാണ് ഉള്ളത്. അത് കോഡ് റീസണിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്നത്. എന്നാലും ബേസിക്സ് ലെവൽസിനും അതുപോലെ തന്നെ പസിൽസ് ആൻഡ് സീറ്റിങ്സിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളത് വാച്ച് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ആണ് സഞ്ജയ് സാറിൻ്റെ ക്ലാസ്സസ്. അദ്ദേഹം ഒലിവ് ബോർഡിലാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് റീസണിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് അതും മെയിൻസ് ലെവലിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്രോച്ചസ് ഒക്കെ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ഏതാണോ അത് ചൂസ് ചെയ്യുക. ഓക്കെ. ഇത്രയുമാണ് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലും എൻ്റെ ബിഗിനർ ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഞാൻ വീഡിയോ ക്ലാസ്സസ് കാണുമായിരുന്നു. മോക്ക് പേപ്പേഴ്സൊക്കെ വീഡിയോ ആയിരുന്നു കാണുന്നത്. മീൻസ് മോക്ക് സോൾവിങ് പേപ്പേഴ്സ് അല്ല, അതല്ലാതെ ഇതുപോലെയുള്ള റീസണിങ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കാണുമായിരുന്നു. ലൈവ് കാണത്തില്ല, അതല്ലാണ്ട് റെക്കോർഡ് സെഷൻസ് ഇഷ്ടം കൂടി കാണുമായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന രീതികൾ എന്തുകൊണ്ടാണ് തെറ്റ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ മെയിൻസ് ലെവലാണെങ്കിലും ഞാനിപ്പോൾ ചെയ്യുന്നതും അതാണ്. മെയിൻസ് ലെവലിലും ഞാൻ വീഡിയോ ക്ലാസ്സസിനെയാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ പ്രാക്ടീസിന് മാത്രം, അതല്ല എങ്കിൽ ആ ഒരു PDF-നെ ഞാൻ സ്വയം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവുകയും അതുപോലെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ ഞാൻ കൂടുതലും റിലേ ചെയ്യുന്നത് വീഡിയോ സോഴ്സസിനെ തന്നെയാണ്. അപ്പോൾ പ്രിലിംസ് പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് വന്ന് സ്റ്റക്കായി നിൽക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കും എന്താണ്, വീഡിയോ സോഴ്സസ് കാണുക, അവർ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ തെറ്റിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ആൻസർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതി മനസ്സിലാക്കുക. ദെൻ സെക്ഷണൽസും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞിട്ട് PDF സോഴ്സസിലോടൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്കി ഫ്രീ PDFs ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ചെക്ക് മൈ ടെലിഗ്രാം ചാനൽ, അതിൽ ഞാൻ ധാരാളം ഫ്രീ PDFs അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ ഈ ഓരോ ടീച്ചേഴ്സിനും സ്വന്തമായിട്ട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. സോ അവരുടെയൊക്കെ ടെലിഗ്രാം ചാനലിലാണെങ്കിലും നമുക്ക് ഫ്രീ PDFs കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾ പെയ്ഡിൻ്റെ പുറകെ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന, എല്ലാം ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ കമ്മിങ് ടു മലയാളത്തിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ആണ് വെരാന്ത റേസ്. വെരാന്ത റേസ് മലയാളത്തിലൊരു YT ചാനലുണ്ട്. അതിൽ ഒരിടയ്ക്കൊക്കെ ഞാൻ അതിലെ എന്താണ് ഈ കറണ്ട് അഫെയർസ് ഫോളോ ചെയ്യുമായിരുന്നു ഡെയിലി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ബട്ട് എനിക്ക് ഡെയിലി ഇപ്പോൾ പഠിക്കാൻ ടൈം കിട്ടാറില്ല. ഞാൻ അതുകൊണ്ട് വീക്ക്ലിയാണ് പഠിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ഫോളോ ചെയ്യാറില്ല. ദെൻ അവരുടെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലും SSC ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്നാലും ബാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം. ദെൻ നെക്സ്റ്റ് ആണ് സൈലത്തിലെ ടീച്ചേഴ്സ് മാരത്തൺ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്തിട്ടില്ല. ദെൻ അവർ കുറേ മാരത്തൺ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് എൻട്രിയിലും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു എന്താണ് ഒരു ഫ്ലോ കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസൊന്നുമില്ല. ഇടയ്ക്കുന്നൊക്കെ കുറേ വീഡിയോസ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ദെൻ എൻട്രിയിലും ഒത്തിരി വീഡിയോസ് എന്ന് പറയാനില്ല, എന്നാലും ഉണ്ട്. ഓക്കെ, കുറച്ചൊക്കെ പിന്നെ ഇങ്ങനെ എന്തൊക്കെ ട്രിക്സൊക്കെ പോലുള്ള വീഡിയോസും അങ്ങനെ നമ്മളുടെ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചും അങ്ങനെയൊക്കെയാണ് അവർ കൂടുതലും ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് അഡ്ഡ. ഞാനിപ്പോൾ അങ്ങനെ വീഡിയോസ് കാണുന്നില്ല. ഒരിടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ മലയാളത്തിലും വീഡിയോസ് അവൈലബിൾ ആണ്. അത് കൂടുതലും PSCനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അവരൊക്കെ. സോ ഇത്രയും വീഡിയോസാണ് നമുക്ക് ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനുള്ളത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഹിന്ദി ആണെങ്കിൽ പോലും ഹിന്ദി എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് വെച്ച് ചിന്തിക്കാതിരിക്കുക. എൻ്റെ ആവശ്യമാണ്, സോ എനിക്കത് പഠിച്ചേ പറ്റുകയുള്ളൂ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കേണ്ടത്. അപ്പോൾ ഹിന്ദി ക്ലാസ് ആണെന്ന് വെച്ച് ഒന്ന് കണ്ടു മനസ്സിലായില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാതെ, എന്നെക്കൊണ്ട് പറ്റും, ഒന്ന് കണ്ടു മനസ്സിലായില്ല 2 കാണുക, 3 കാണുക, 4 കാണുക, 5ാമത്തെ തവണ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിന്റ് മനസ്സിലാകും. ഓക്കെ, അത് ഷുവറാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.